ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കിരണിന്റെയും കല്യാണിയൊക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ എന്താണെങ്കിലും നാളെ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ്. ഇന്ന് എന്താണെങ്കിലും നമ്മുടെ ചന്ദ്രസേനൻ നമ്മുടെ രാഹുല് പൊക്കുമെന്ന് ഓർത്തിട്ട് എന്താണ് അതൊന്നും സംഭവിച്ചില്ല. എന്താണേലും അതായത് ഒരു ചെറിയ ഗ്യാപ്പില് നമ്മുടെ ചന്ദ്രസേനൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ല, ഉള്ളിൽ തന്നെയാണ്. എന്തായാലും ബാത്റൂമിലേക്ക് ചെന്ന സമയത്തൊക്കെ നമ്മുടെ രൂപ അതിവിദഗ്ധമായിട്ട് നമ്മുടെ രാഹുലിനെ അവിടുന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ യാമിന് കൊടുത്ത ഫുഡ് കഴിച്ച് നമ്മുടെ രാഹുൽ ആകപ്പാടെ പെട്ടുപോവാണ്. വേറൊന്നുമല്ല, നമ്മുടെ രാഹുലിന്റെ വയറിനകത്തങ്ങ് പ്രശ്നമായി. അതിനുശേഷം നമ്മുടെ രാഹുലിന്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തന്നെ സമയം കിട്ടുന്നില്ല. ആകപ്പാടെ എരിച്ചിലും പുകച്ചിലും. എന്താണ് ആ കറിക്കകത്തൊക്കെ നല്ല വിധം നമ്മുടെ യാമിനെ അങ്ങോട്ട് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ആ പൊടി. എന്താണ് നമ്മുടെ വയറ്റിൽ നിന്ന് പോകാനുള്ള പൊടിയോ അങ്ങനെ വയറുവേന ഇളകാനുള്ള പൊടിയോ എന്തോ ഒരു സംഭവം അങ്ങനെ കലക്കി കൊടുത്തിട്ടുണ്ട്. യാമിനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ യാമിനെ അങ്ങോട്ട് നൈസിൽ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെ ദുഷ്ടനായിട്ട് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ പണി കിട്ടട്ടെ എന്നൊരു തീരുമാനത്തിലാണ് കൊടുത്തത് തന്നെ. എന്താണെങ്കിലും സേൻ ഈ സമയത്ത് ആകപ്പാടെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പ്രകാശം വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി നമ്മുടെ രാഹുലിനോട്. വേറൊന്നുമില്ല, കല്യാണിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം, അതിന് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ട് വെള്ളം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മുടെ പ്രകാശൻ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാഹുലിന്റെ വയറിനകത്ത് ഗുളുകളും തുടങ്ങി. അപ്പൊ എന്താണെങ്കിലും ഇതിന് ശേഷം നമ്മുടെ രാഹുൽ ബാത്റൂമിലേക്ക് ഓടുന്ന സമയത്ത് നമ്മുടെ രൂപയ്ക്കാണ് ആകപ്പാട് ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രേട്ടൻ മുറിക്കാത്ത. അപ്പൊ ചന്ദ്രേട്ടനെ എങ്ങനെ പുറത്തു കൊണ്ടുവരും, എങ്ങനെയൊന്നും പുറത്തു വിടുമെന്ന് അറിയത്തില്ലാതിരിക്കുക. എന്നാലും നമ്മുടെ രൂപ പെട്ടെന്ന് തന്നെ നമ്മുടെ സേന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് സേന ആകപ്പാടെ വീർപ്പൂട്ടിയ. സേനം പറയും, എന്താണല്ലോ എനിക്കറിയാം, അവനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പിന്നെ അതിനുശേഷം അവൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ച് മാത്രം, അല്ലെങ്കിൽ അവൻ ഇന്ന് തന്നെ ഞാൻ തീർത്താനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേനും രൂപ പറഞ്ഞാൽ അതൊന്നും വേണ്ട ചന്ദ്രേട്ട, എന്താണെങ്കിലും അവന് ഇവിടെ താമസിക്കാൻ കുറച്ചു ദിവസം താമസിക്കാനായിട്ട് വന്ന. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് അവനെ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നൂല, അതുകൊണ്ട് മാത്രം അവനെ ഇവിടെ നിൽക്കാനായിട്ട് എന്നെ അനുവദിച്ചേ, അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ചന്ദ്രേട്ടൻ അറിയാലോ എന്റെ മനസ്സിപ്പോ എന്താണോ അറിയാൻ പറ്റുന്നത്, ആരേക്കാളും കൂടുതലായിട്ട് ചന്ദ്രേട്ടന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ സേനം പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കിടന്ന് ഉഷ്ണിക്കും, അറിയാലോ എങ്ങനെ പുറത്ത് കിടക്കുന്ന ശ്വാസം മുട്ടുക, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടന്നേ പറ്റുള്ളൂ. ആ ദുഷ്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അവൻ എപ്പോഴും എങ്ങോട്ടൊക്കെ കടന്നു വരുന്ന പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രൂപ പറയുന്നുണ്ട്, ഈ ഗ്യാപ്പിൽ എന്തായാലും പൊക്കോ, എന്തായാലും ഒരു 2-3 മണിക്കൂറത്തേക്ക് ഇനിയിപ്പം പെട്ടെന്നൊന്നും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ വഴിയില്ല, ബാത്റൂമിൽ കയറ്റം ഇറക്കം തന്നെയായിരിക്കും. ഈ ഗ്യാപ്പിൽ എന്താണെങ്കിലും ചന്ദ്രേട്ടൻ ഇറങ്ങിപ്പൊക്കോളാൻ പറയുകയാണ്. അങ്ങനെ എന്തായാലും മനസ്സോടെ നമ്മുടെ രൂപയുടെ മനസ്സിൽ ആകപ്പാടെ ആദ്യമുണ്ട്. പക്ഷെ എന്താണെങ്കിലും ചന്ദ്രേട്ടൻ പോകുവാണല്ലോ എന്നൊരു വിഷമം കൂടെ ഉണ്ട്. ആശിച്ചു മോഹിച്ചു വന്ന തന്റെ കൈ കൊണ്ട് ഒരു പിടി ആഹാരം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല. താൻ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നശിച്ച കാലം കാരണം, അവന്റെ 1.5 വരവ് കാരണം എല്ലാം നശിച്ചു പോയല്ലോ എന്നൊരു ചിന്ത നമ്മുടെ രൂപയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ സേനെ അവിടുന്ന് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് രൂപ. ഇതിന് ശേഷം കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണിക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കല്യാണി തിരിച്ച് കമ്പനി വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ കിരൺ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നീ വീട്ടിൽ പോയിട്ട് അമ്മേനെ കണ്ടിട്ട് എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ, അച്ഛനെ കുറിച്ചുള്ള വിവരം കിട്ടിയോ, അവർ രണ്ടുപേരും ഒന്നിച്ചോ, അങ്ങനെ 100 സംശയങ്ങളായിരുന്നു നമ്മുടെ കിരണിനുണ്ടായത്. എന്തായാലും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അവിടെ പോയിട്ട് എനിക്ക് എന്താണെങ്കിലും കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് 2 പാത്രം ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, രാമനെടുത്തിക്കാന്നാ പറഞ്ഞേ. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ രാഹുൽ എന്ന് പറയുന്നവനുണ്ടല്ലോ, ആ ബഹാസുരം വന്നുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അമ്മയോട് ചോദിക്കാൻ പറ്റിയില്ല. ആ ബഹാസുരം വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ചോ എന്ന് പറയാൻ പറ്റില്ല, ഇനി നമ്മളെ പറ്റിക്കുന്നതാണോ കുരങ്ങ് കളിപ്പിക്കുന്നതാണോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കല്യാണം ശരിയാ, അമ്മയുടെ മുഖത്തെ പ്രസരിപ്പ് അതൊക്കെ കണ്ട് എനിക്ക് അതാ തോന്നിയത്. പക്ഷെ ആ രാഹുൽ എന്ന് പറയുന്നവനുണ്ടല്ലോ, ആ ദുഷ്ടൻ അവിടെ വീണ്ടും കയറി കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെയാ കാണിച്ചു വിടുന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഇനിയിപ്പോ അയാളുടെ അടുത്ത ലക്ഷ്യം എന്താന്ന് പറയാനും പറ്റില്ല. ഒരാളെ പറഞ്ഞു വിട്ട് ആ നീക്കം എന്താണെങ്കിലും അച്ഛൻ തടഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ആരെയും പറഞ്ഞു വിടുവോ, അതൊക്കെ എൻ്റെ ഉള്ളിലെ പേടി. അങ്ങേര് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓരോ നിമിഷവും സൂക്ഷിച്ചേ പറ്റുള്ളൂ. അച്ഛന്റെ അവസ്ഥ ഒട്ടും മോശമല്ല, അച്ഛനെ ഇല്ലാതാക്കാൻ പോലും അങ്ങേര് മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കല്യാണി. ഇതിനേക്കാൾ ഏറ്റവും വലിയ ഇടിവെട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരണ്യക്ക് മുത്തശ്ശിനെയും അതുപോലെ തന്നെ പ്രകാശിനെയൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അല്ലേ തന്നെ രാത്രിയിൽ
പേടിച്ച് ജീവൻ പിറ്റേ ദിവസം തിരിച്ചു കിട്ടുമോ എന്നൊരു ശങ്കയോട് കൂടിയാണ് നമ്മുടെ വിക്രം കിടന്നുറങ്ങുന്നത് തന്നെ. കാരണം എപ്പോഴാണ് രക്തരക്ഷസായിട്ട് ശരണ്യ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവം പുറത്താർക്കും അറിയത്തില്ലോ. പകലെല്ലാം ഒരു കുഴപ്പമില്ല, പക്ഷെ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം നേരെ മാറും. അവൾ എന്താ പ്രവർത്തിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ വിക്രത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ട് കൂടിയായിരിക്കും അവളുടെ ആദ്യത്തെ വിവാഹം വേർപ്പെടുത്തിയത് തന്നെ. അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കും. തന്റെ തലയിലായല്ലോ ഭഗവാനെ ഈ ബാധ കൂടിയിരിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ വിക്രത്തിന് ഉണ്ടായിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴേ എന്തോ കുരുക്കൊണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ഇത്രമാത്രം ഒരു കുരുക്കാന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എന്താണെങ്കിലും ഇതിനു ശേഷം നമ്മുടെ മുത്തശ്ശി, അതായത് ഭാനുമതിയമ്മ രാത്രിയിൽ കഥയെ മുട്ടുന്ന കേട്ടാ കഥ തുറന്നു നോക്കുന്നേ. കഥ തുറന്നു നോക്കുമ്പോഴത്തേനും കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ ചില്ലറ രംഗമൊന്നുമില്ല, വേറൊന്നുമില്ല. നമ്മുടെ ശരണ്യ മറ്റേ ആ പിശാശിന്റെ മുഖം മൂടിയൊക്കെ വെച്ച് ഇങ്ങനെ ചോര കുടിക്കാൻ പാകത്തിന് നിൽക്കുന്ന പോലെ അങ്ങ് കാണിക്കുവാണ്. ആ മുഖം മൂടി കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഭാനുമതിയമ്മയുടെ പകുതി ജീവൻ അങ്ങോട്ട് പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല. കഥവ് തുറന്ന് പെട്ടെന്ന് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആരും വന്നെയും പെട്ടെന്ന് നമുക്ക് അങ്ങനെ കണ്ടോ നമ്മളാണെ പോലും ബോധം കിട്ടുപോകും. ചിലപ്പോൾ അതോടുകൂടി നമ്മുടെ ജീവനും കൂടെ പോകും. ആ ഒരു സിറ്റുവേഷനായി ഇത് കണ്ടതോടുകൂടി നമ്മുടെ ഭാനുമതിയാമ്മ ഒരു നിലവിളി ശബ്ദം ഇട്ട് താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. പക്ഷേ ശരണ്യാന്നൊന്നും അറിയത്തില്ല. കാരണം വേറൊന്നുമില്ല, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ട ആ ശരണ്യയുടെ എന്താണെങ്കിലും ഐഡന്റിക്കൽ മാർക്ക് എന്ന് പറഞ്ഞു കണക്ക് രാത്രി ആയിട്ടാണെങ്കിൽ ശരണ്യ വെള്ള സാരിയും വെള്ള ബ്ലൗസും എടുത്തോ റൂമിലേക്ക് പോവുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പത്തേനും പുള്ളിക്കാലത്ത് രാത്രി പുലിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പത്തേനും പൂച്ചയാണ്. ആ ഒരു സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണല്ലോ ഇത് കണ്ട് നമ്മുടെ ഭാനുമതിയമ്മയുടെ ബോധം പോയെന്നുള്ള ഉറപ്പായി. പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രമും എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് ഈ നിലവിളി ശബ്ദം കേട്ടിട്ട്. നമ്മുടെ ശരണ്യാണ് മോള്. ശരണ്യ പെട്ടെന്ന് തന്നെ മുഖംമൂടിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാനുമതി അമ്മയ്ക്ക് ഉള്ള ജീവനും കൂടെ ഇല്ലാതാകും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ ഭാനുമതി അമ്മ ഉള്ള ജീവനും കൈ പിടിച്ചോണ്ട് എന്താണല്ലോ അവിടുന്ന് രക്ഷപ്പെടുന്ന എവിടം വരെ പോവാനാ, തോടിയ വേലി വരെ എന്ന് പറഞ്ഞോണക്ക് നേരെ പോകും നമ്മുടെ കാദംബരിയുടെ അടുത്തേക്കും അതുപോലെ തന്നെ രതീഷിന്റെ അടുത്തേക്കോ. വേറെ പോവാൻ്റെ ഇടവൊന്നുമില്ലല്ലോ, അവിടെയല്ലേ ഏക ആശ്രയമുള്ളൂ. ഇനിയിപ്പം നമ്മുടെ പ്രകാശൻ പോവണ്ട അമ്മ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലും നമ്മുടെ ഭാനുമതി അമ്മ ഒരു കാരണവശാലും നിൽക്കില്ല. കാരണം ജീവന് പേടിയില്ലാത്ത ആരിലും ഉണ്ടോ? എത്ര വലിയ കൊട്ടാരമാന്ന് പറഞ്ഞാലും അതിനകത്ത് പേടിച്ചിട്ട് ഇതുപോലത്തെയൊക്കെ സംഭവവാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രേതശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാനുമതി അമ്മ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. എന്താണെങ്കിലും ഇതിനു ശേഷം നമ്മുടെ ജീവനം കൊണ്ട് ഓടുന്ന ഭാനുമതി അമ്മേനെ കാണാൻ പറ്റുന്നത് അധികം വൈകാതെ തന്നെ നമ്മുടെ പ്രകാശൻ ശരണ്യയുടെ യഥാർത്ഥ മുഖമൊക്കെ കാണും. ഇത്രയും ദിവസം വലിയ അഹങ്കരിച്ച് നടന്നിരുന്ന പ്രകാശൻ അത് മാത്രമല്ല നമ്മുടെ രൂപയോട് പോയി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. നീ ഒന്ന് വന്ന് കണ്ടു നോക്ക് എൻ്റെ മോന് കിട്ടിയ നല്ലൊരു ബന്ധത്തെക്കുറിച്ച്. അപ്പം എന്താണെങ്കിലും മോന് കിട്ടിയ നല്ല ബന്ധത്തെക്കുറിച്ച് നമ്മുടെ പ്രകാശിനെ അറിയാൻ പോകുന്നുള്ളൂ. മോൻ ചെന്ന് പെട്ട കുരുക്കിനെ കുറിച്ച് അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പ്രകാശം വാലും ചുരുട്ടി ഓടേണ്ട വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.